നമ്മൾക്ക് അഭിനന്ദിക്കാൻ വളരെ മടിയാണല്ലേ. ചെറിയൊരു കാര്യം കണ്ടാലും അതിൽ നല്ലൊരു വശം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒന്ന് അഭിനന്ദിക്കുക, അല്ലെങ്കിൽ ഒരു നേട്ടം കണ്ടു കഴിഞ്ഞാൽ ചെറിയ നേട്ടമായിക്കോട്ടെ അതിനെ ഒന്ന് എന്താ പറയുക, നന്നായിട്ടുണ്ട്, ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ചെറിയൊരു അഭിനന്ദനം കൊടുത്തു കഴിഞ്ഞാൽ ആ ആളിലേക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. പക്ഷെ നമ്മളതിനെ ഒരു ചെറിയ മാറ്റം വരുത്തിച്ചാൽ പറഞ്ഞാൽ ഇത്രേ ആയില്ലോ എന്ന് പറഞ്ഞ് നെഗറ്റീവ് അടിച്ചിട്ട് അതിനെ അതങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ വളരെ ഉഷാറിൽ ചെയ്തതായിരിക്കും, പക്ഷെ നമ്മുടെ ഈ നെഗറ്റീവ് ആളെ തകർക്കും. പക്ഷെ ചെറിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിനന്ദനം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളിലുണ്ടാകുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഒരു സ്വിച്ച് ഓഫായി കിടക്കുന്ന ഒരു സംഭവത്തിന് ഫുൾ ചാർജായ ഒരു പ്രതീതിയായിരിക്കും അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. അതാണ് അഭിനന്ദനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ തകർന്നിരിക്കുന്ന ചില ആളുകളായിരിക്കും, അത് മറ്റുള്ള ആൾക്ക് മനസ്സിലായി, അയാൾ വന്നിട്ട് നമ്മളോട് പറയണേ എന്തിനാ തകർന്നിരിക്കുന്നത്, ഇത്രയും അധികം ചെയ്തില്ലേ, നിന്നെക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ ഒന്ന് പുറത്ത് തട്ടി പ്രോത്സാഹിപ്പിച്ച് നമുക്കൊരു ഊർജ്ജം തന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ചിന്തിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമുക്ക് അപ്പോൾ പ്രവർത്തിക്കാൻ തോന്നുക. കാരണം അത്രയ്ക്കും എനർജറ്റിക് ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാവും. ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാണ്, ഒരു സ്റ്റാറ്റസാണ്, ദുഃഖങ്ങളെ ചികിത്സിക്കാൻ കഴിയുന്ന മനുഷ്യന്മാരുണ്ട് എന്നുള്ളത്. ആ മനുഷ്യൻ മരുന്നൊന്നും നൽകുന്നില്ല, പക്ഷെ ആ മനുഷ്യൻ തന്നെയാണ് ആ ദുഃഖത്തിനുള്ള മരുന്ന്. അങ്ങനെ ഒരു മരുന്നായി മാറാൻ കഴിയുന്ന മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ചെറിയത് കാര്യത്തിനാണെങ്കിലും കൂട്ടിയിട്ട് അഭിനന്ദിക്കാനുള്ളൊരു മനസ്സ് അത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണ്, ഒരു പ്രോത്സാഹനം നൽകുക അല്ലെങ്കിൽ ഒരു അഭിനന്ദനം നൽകുക എന്നുള്ളത് ഒരു ചിലവില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ആരും നൽകാനും അങ്ങനെ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ച് ഒരു അഭിനന്ദനമാണ് നൽകണമെന്ന് വെച്ചാൽ അതൊന്ന് പബ്ലിക്കിലായിട്ട് ഉറക്കെ പറയുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയാൻ ശ്രമിക്കുക. അതിന് പകരം നമ്മളെന്താ ചെയ്യുക, ചെറിയൊരു കുറ്റാണെങ്കിലും അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയും, അഭിനന്ദിക്കലിട്ടും ചെയ്യൂല. അപ്പോൾ അതിന് പകരം നേരെ തിരിച്ച് ചെയ്യുക, അഭിനന്ദിക്കണത് നല്ലോണം എല്ലാവരും മുന്നിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ആളുടെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ ആ ചെയ്തതിലുള്ള എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് ആളോട് പേഴ്സണലായിട്ട് പ്രൈവറ്റായിട്ട് പറയുക. അഭിനന്ദനം എപ്പോഴും പബ്ലിക്കായിരിക്കണം. അത് ഒരു അഭിനന്ദനം കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അഭിനന്ദനം എന്നുള്ളത്, അപ്രീസിയേഷൻ എന്നുള്ളത് മസ്റ്റാണ്. അത് നമ്മൾക്കൊരു ബൂസ്റ്റ്, നമ്മളെ വളരെ ഉയരത്തിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മുടെ മനസ്സിനെ അത്രയധികം പ്രഷർ ചെയ്ത്, അതായത് അത്രയധികം സന്തോഷിപ്പിക്കാൻ കഴിയുന്നൊരു സംഭവമാണ് അപ്രീസിയേഷൻ. അപ്പോൾ ആരും അഭിനന്ദിക്കാൻ മടി കാണിക്കേണ്ട, കഴിയുമ്പോഴോ അഭിനന്ദിക്കുക. അത് മറ്റൊരാളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം ഉണ്ടാക്കാൻ